ഹായ് കൂട്ടുകാരെ, അപ്പൊ ഇന്ന് നമുക്ക് ഒരു ബോംബെ സാമ്പാർ തയ്യാറാക്കിയാലോ. 10 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ബോംബെ സാമ്പാർ തയ്യാറാക്കാം. ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട കേട്ടോ. ബോംബെ സാമ്പാർ തയ്യാറാക്കാൻ ഒരു 10 മിനിറ്റ് മതി, റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും. അപ്പൊ അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് പാകത്തിന് ഒരു കടുകൊക്കെ പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി നാകുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള വട്ടത്തിൽ കട്ട് ചെയ്തതും, അതേപോലെ ഒരു 2 ചെറിയ തക്കാളി, പച്ചമുളക്, കൊല്ലമുളക്, 2 വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും മതിയിട്ട് നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോംബെ സാമ്പാർ തയ്യാറാക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിങ്ങനെ നല്ലപോലെ വഴറ്റുമ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ അത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് മസാലക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് സാമ്പാർ പൗഡർ അത് 1.5 സ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആ മണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ചെറിയ നുള്ള് പുളി എടുത്തൊന്ന് വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇനി ഇതിന്റെ ട്രിക്ക് വരാൻ പോകണ്ട കേട്ടോ. അതായത് നമ്മുടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്ന സാമ്പാറിലോട്ട് നമുക്ക് ഒരു 1.5 സ്പൂണ് കടലമാവ് നല്ല വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ ബോംബെ സാമ്പാറിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കടലമാവാട്ടോ. പരിപ്പിന് പകരം അവരുപയോഗിക്കുന്ന ഇതാണ്. ഇത് ഇളക്കി ഒഴിച്ചു കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടിയും ഒരു ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തത് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടോ. അപ്പം ഞാൻ പറഞ്ഞ റെഡിയല്ലേ, 10 മിനിറ്റിൽ നമുക്കൊരു സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, താങ്ക്സ്.